ഖുർആൻ പറഞ്ഞ കഥകൾ 143 ഭാഗം. അനുഗ്രഹീത ദാസൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത പ്രവാചകനും ഭരണാധികാരിയുമായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫദ്ല. സൂറത്ത് സബ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, സംശയമില്ല, ദാവൂദിന് നാം നമ്മിൽ നിന്നുള്ള അനുഗ്രഹം നൽകി, ഔദാര്യം നൽകി. മിന്നാ ഫദ്ല, നമ്മിൽ നിന്നുള്ള ഔദാര്യം നൽകി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സൂറത്തു സാദ് 17-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇസ്ബിർ അലാ മാ യഖൂലൂൻ വസ്കുർ അബ്ദനാ ദാവൂദ ദൽ ഐദി ഇന്നഹു അവ്വാബ്. ഇവർ പറയുന്നതൊക്കെ ക്ഷമിക്കുക. കരുത്തനായ, ശക്തനായ നമ്മുടെ ദാസൻ ദാവൂദിന്റെ കഥ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങിയവനാണ്. അപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്, നാം ധാരാളം ഔദാര്യം നൽകിയ ആൾ, നാം ധാരാളം അനുഗ്രഹം നൽകിയ ആൾ, അതോടൊപ്പം തന്നെ ശക്തനായ ഭരണാധികാരി, നമ്മുടെ അടിമ. വദ്കുർ അബ്ദനാ ദാവൂദ്, നമ്മുടെ അടിമ. അപ്പോൾ ശക്തനായ, അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ച അനുഗ്രഹീത ദാസനായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് വിജ്ഞാനമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക ജ്ഞാനം നൽകി അനുഗ്രഹിച്ച വ്യക്തിയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. സൂറത്തുൻ നംൽ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് ആതൈനാ ദാവൂദ വ സുലൈമാന ഇൽമ. ദാവൂദിനും സുലൈമാനും നാം വിജ്ഞാനം നൽകി. രണ്ടുപേരും വിജ്ഞാനത്തിന്റെ ഉടമകളായിരുന്നു. ശക്തനായ ഭരണാധികാരിയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. നീതിപൂർവം വിധി കൽപ്പിക്കുന്ന ന്യായാധിപനായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. ജനങ്ങൾക്കിടയിൽ നല്ല രൂപത്തിൽ ഭരണം നടത്തിയിരുന്ന ഖലീഫയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. ഇങ്ങനെ പല വിശേഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിക്ക് നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് ശക്തിയുള്ളതോടൊപ്പം ഭക്തിയുമുണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശക്തനായ ഭരണാധികാരിയും ഭക്തനായ അടിമയുമായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാമുമാരായ ബുഖാരിയും മുസ്ലിമുമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഹബ്ബു സിയാമി ഇലല്ലാഹി സിയാമു ദാവൂദ് വകാന യസൂമു യൗമൻ വയുഫ്തിറു യൗമ വഅഹബ്ബു സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തു ദാവൂദ് കാന യനാമു നിസ്ഫൽ ലൈൽ വയഖൂമു സുലുസഹ വയനാമു സുദുസഹ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പായിരുന്നു. അദ്ദേഹം ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേ ദിവസം നോമ്പെടുക്കാതിരിക്കും. ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നയാളായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. അതുപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നമസ്കാരവും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നമസ്കാരമായിരുന്നു. അദ്ദേഹം ഏകദേശം രാവിന്റെ പകുതിയോളം ഉറങ്ങും, പിന്നീട് എഴുന്നേറ്റ് അതിന്റെ 1/3 നമസ്കരിക്കും, പിന്നെ വയനാമു സുദുസഹു 1/6 പിന്നെ ഉറങ്ങുകയും ചെയ്യും. ഇങ്ങനെയാണ് ദാവൂദ് നബിയുടെ നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങേയറ്റം ഭക്തനായ ഒരു രാജാവിനെയാണ്, ഒരു ഭരണാധികാരിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അദ്ദേഹം അധികാരമുള്ള ഭരണാധികാരിയായതോടൊപ്പം തന്നെ സ്വന്തം അധ്വാനിച്ച് അന്നന്നത്തേക്കുള്ള ഭക്ഷണത്തിന് വക കണ്ടെത്തിയിരുന്ന ആളായിരുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, മാ അക്കല അഹദുൻ ത്വആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരാളും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന
ഭക്ഷണത്തെക്കാൾ നല്ല ഒരു ഭക്ഷണം ഒരാളും ഭക്ഷിക്കുന്നില്ല. വഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യൗകുലു മിൻ അമലി യദി. അല്ലാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാം സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമായിരുന്നു കഴിച്ചിരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ സ്വയം അധ്വാനിച്ച് ജീവിച്ചിരുന്ന ഭക്തനായ ഒരു ദാസനെയാണ്, ഒരു അനുഗ്രഹീത വിനീത വിധേയ ദാസനെയാണ് നമുക്ക് ദാവൂദ് നബി അലൈഹിസ്സലാമിൽ കാണാൻ സാധിക്കുന്നത്. സൂറത്ത് സബയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് വഅലന്നാ ലഹുൽ ഹദീദ്, നാം അദ്ദേഹത്തിന് ഇരുമ്പ് മയപ്പെടുത്തി കൊടുത്തു, ഇരുമ്പ് അധീനപ്പെടുത്തി കൊടുത്തു എന്നാണ്. അനിഅമൽ സാബിഗാത്തിൻ വഖദ്ദിർ ഫിസ്സർദ്, നല്ല മികച്ച പടയങ്കികൾ ഉണ്ടാക്കുക, അതിന്റെ കണ്ണികളിൽ കൃത്യത വരുത്തുക, നല്ല ഫിനിഷിങ്ങോടുകൂടിയ നല്ല പൂർണ്ണമായ പടയങ്കികൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയുമാറ് ഇരുമ്പ് അദ്ദേഹത്തിന് വഴങ്ങുമായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ മാവ് കുഴക്കുന്നത് പോലെ കുഴക്കാൻ കഴിയുന്ന രൂപത്തിലായിരുന്നു ഇരുമ്പുണ്ടായിരുന്നത്. അതുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പലതരം കാര്യങ്ങളും ഉണ്ടാക്കുകയും സാധനങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് വിൽക്കുകയും സമൂഹത്തിന് നൽകുകയും അതിന്റെ വിലയുപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നൊക്കെ കാണാൻ കഴിയും. സൂറത്തുൽ അംബിയായിൽ 80-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, വഅല്ലംനാഹു സൻഅത ലബൂസിൻ ലക്കും, നിങ്ങൾക്ക് വേണ്ടി പടയങ്കി ഉണ്ടാക്കുന്ന ആ നിർമ്മാണ രീതി നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വശദദ്നാ മുൽക്കഹു വആതൈനാഹുൽ ഹിക്മത വഫസ്ലൽ ഖിതാബ്, സൂറത്തു സാദ് 20-ാമത്തെ ആയത്ത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ശക്തമായ ആധിപത്യവും ഉണ്ടായിരുന്നു. ആ നാട് മുഴുവൻ അടക്കി ഭരിക്കാവുന്ന ഭരണാധിപത്യം, മുൽക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആധിപത്യം നാം ഭദ്രമാക്കി, വിമത ശബ്ദങ്ങളൊന്നുമില്ലാത്ത വിധം, എതിർപ്പുകളൊന്നുമില്ലാത്ത വിധം എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രായോഗിക പരിജ്ഞാനവും ആളുകൾക്കിടയിൽ നല്ല രൂപത്തിൽ വിധി പറയാനുള്ള കഴിവും, ആളുകളെല്ലാവരും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുത്താണ് കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വന്നിരുന്നത്, തങ്ങളുടെ പ്രശ്നങ്ങളിൽ വിധി കൽപ്പിക്കാൻ വന്നിരുന്നത് എന്ന് കാണാൻ സാധിക്കും. സൂറത്തു സാദിൽ അല്ലാഹു പറയുന്നു, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർള്, ദാവൂദ് നിശ്ചയമായും നിന്നെ നാം ഭൂമിയിൽ നമ്മുടെ പ്രതിനിധിയാക്കിയിരിക്കുന്നു, ഭരണാധികാരിയാക്കിയിരിക്കുന്നു. ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നീതിപൂർവം ഭരണം നടത്തുക. അങ്ങനെ നീതിപൂർവം ഭരണം നടത്തിയിരുന്ന അങ്ങേയറ്റം നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ നീതിയെക്കുറിച്ചും നീതിപൂർവം അദ്ദേഹം നടത്തിയ വിധിയെക്കുറിച്ചുമൊക്കെ നാം കഴിഞ്ഞ ക്ലാസുകളിൽ സൂചിപ്പിക്കുകയുണ്ടായി. പല വിഷയങ്ങളിലും ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് നീതി തേടുവരുമായിരുന്നു. ഒരിക്കൽ ഒരാൾ കന്നുകാലികൾ മോഷണം പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വിവരമനുസരിച്ച്, വിജ്ഞാനമനുസരിച്ച് ഈ പരാതി പറഞ്ഞ ആളോട് നിന്നെ വധിക്കാനാണ് അല്ലാഹു കൽപ്പിക്കുന്നത് എന്ന് പറയുന്നു. അദ്ദേഹം അമ്പരക്കുന്നു. ആ സമയത്ത് അവസാനം അദ്ദേഹം പറയുന്നു, ഞാൻ ആരുമറിയാതെ ഒരാളെ കൊന്നിട്ടുണ്ട് എന്ന്. അല്ലാഹു പ്രത്യേകമായി അറിയിച്ചു കൊടുത്ത വിജ്ഞാനത്തിന്റെയും വിവരത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നീതിപൂർവകമായ വിധി പറഞ്ഞിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, തന്റെ രാജാധികാരം ഉപയോഗിച്ച് ദാവൂദ് നബി അലൈഹിസ്സലാം പല വൃത്തികേടുകളും അസാൻമാർഗിക കാര്യങ്ങളും ചെയ്തു എന്നൊക്കെ തരത്തിലുള്ള പ്രചാരണങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും പ്രചരിപ്പിക്കുന്നതായി കാണാം. ചില തഫ്സീറുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഇസ്രായേലിയാത്ത് കടന്നുകൂടിയതായി കാണാം. തന്റെ അധികാരം ഉപയോഗിച്ച്
ദാവൂദ് നബി അലൈഹിസ്സലാം പല വൃത്തികേടുകളും ചെയ്തു എന്ന തരത്തിലൊക്കെ ഒരിക്കലും ഒരു പ്രവാചകനോട് ചേർത്ത് പറയാൻ പാടില്ലാത്ത, ഒരു സാധാരണ മനുഷ്യരോട് പോലും ചേർത്ത് പറയുന്നത് മോശമായി കരുതുന്ന കാര്യങ്ങൾ വരെ ദാവൂദ് നബി അലൈഹിസ്സലാം ചെയ്തു എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാറുണ്ട്. 2 ശമൂവേൽ 11-ാമത്തെ അധ്യായം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇതിന്റെ ഉറവിടം ബൈബിളാണ് എന്ന് കാണാൻ സാധിക്കും. ഒരു ദിവസം ദാവീദ് തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു. അപ്പോൾ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. ദാവീദ് ആളയച്ച് അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തന്റെ പടയാളിയായ ഊറിയായുടെ ഭാര്യ ബത്ശേബയാണ് അതെന്ന് മനസ്സിലായി. ദൂതന്മാരെ അയച്ച് ദാവീദ് അവളെ തന്റെ കിടപ്പറയിലേക്ക് വരുത്തി. എന്നിട്ട് ദാവീദ് അവളോടൊപ്പം ശയിച്ചു. സ്വന്തം വീട്ടിലേക്ക് മടങ്ങി അവൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ താൻ ഗർഭിണിയാണ് എന്ന കാര്യം ദാവൂദിനെ അറിയിച്ചു. ഈ സമയത്ത് യുദ്ധഭൂമിയിലായിരുന്ന ഊറിയയെ ദാവീദ് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അയാളെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് കുഞ്ഞിന്റെ പിതൃത്വം അയാളിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. പക്ഷേ ഊറിയ വീട്ടിൽ പോകാൻ തയ്യാറായില്ല. പേടകവും ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു. എന്റെ യജമാനനായ യോവാബും യജമാനന്റെ ദാസരും മൈതാനത്തിൽ പാളയമടിച്ചിരിക്കുന്നു. ആ നിലക്ക് തിന്നാനും കുടിക്കാനും ഭാര്യയോടൊപ്പം ശയിക്കാനും ഞാൻ വീട്ടിലേക്ക് പോകുമോ? അങ്ങാണ്, അങ്ങയുടെ ജീവനാണ്, ഇത് ഞാൻ ചെയ്യുകയില്ല എന്നാണ് ഈ പടയാളി ഊറിയ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതായി ബൈബിൾ ഉദ്ധരിക്കുന്നത്. അങ്ങനെ ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞിന്റെ പിതൃത്വം ഊറിയയിൽ കെട്ടിവെക്കാനുള്ള ദാവീദിന്റെ ശ്രമം പരാജയപ്പെട്ടതായി ബൈബിൾ പറയുന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ ദാവീദ് ഊറിയയെ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. അയാളുടെ കൈവശം സേനാനായകനായ യോവാബിനൊരു കത്തും കൊടുക്കുന്നു. കത്തിൽ ദാവീദ് എഴുതിയത് ഇപ്രകാരമാണത്രേ: പൊരിഞ്ഞ യുദ്ധം നടക്കുന്നിടത്ത് മുൻനിരയിൽ ഊറിയായെ നിരത്തുക, പിന്നീട് അയാളിൽ നിന്ന് പിന്തിരിയുക, അയാൾ വെട്ടേറ്റ് വീണ് മരിക്കണം. ഒരാളെ കൊല്ലാൻ, ചതിച്ച് കൊല്ലാൻ വേണ്ടി ഒരു പ്രവാചകൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. 2 ശമൂവേൽ 11-ാമത്തെ അധ്യായത്തിൽ നമുക്കിതൊക്കെ വായിക്കാൻ കഴിയും. രാജാവ് കൽപ്പിച്ചത് പ്രകാരം സേനാനായകൻ പ്രവർത്തിച്ചു. പാവം പടയാളി ഊറിയ യുദ്ധക്കളത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നു. ഊറിയാവിന്റെ ഭാര്യയായ ബത്ശേബയെ ഈ വിലാപകാലത്തിന് ശേഷം, അഥവാ ഭർത്താവ് മരണപ്പെട്ട ആ ദുഃഖകാലത്തിന് ശേഷം ദാവീദ് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അവളെ ഭാര്യയാക്കുന്നു. അവൾ ദാവീദിന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട ഒരു ചിത്രമാണ് ശമൂവേൽ 2-ൽ ദാവൂദിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ചില ആളുകൾ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞ 99 പെണ്ണാടുകളുടെയും ഒരു പെണ്ണാടുള്ള ആളുടെയും കഥ ഇതിനെക്കുറിച്ചാണ്. 99 ഭാര്യമാരുണ്ടായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാമിന്. അങ്ങനെ 99 ഭാര്യമാരുണ്ടായ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു ഭാര്യയുള്ള ആളുടെ ആ ഭാര്യയെ തനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖുർആൻ ഈ കഥ പറയുന്നത് എന്നൊക്കെ തരത്തിലുള്ള ഭാവനകൾ നിറഞ്ഞ കെട്ടുകഥകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതി വെക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ ഇത്തരത്തിലുള്ള യാതൊരു സംഭവവും ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നില്ല. എന്ന് മാത്രമല്ല, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഭക്തനായ, ദൈവത്തെ അല്ലാഹുവിനെ ആരാധിച്ച് കഴിയുന്ന വളരെ സൽക്കർമ്മിയായ ഭക്തനായ ഒരു ദാവൂദ് നബി അലൈഹിസ്സലാമിനെയാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സാധാരണ മനുഷ്യരിലേക്ക് പോലും ചേർത്തു പറയുന്നത് മോശപ്പെട്ട ഇത്തരത്തിലുള്ള അന്യന്റെ ഭാര്യയെ കൈക്കലാക്കുകയും അവരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും എന്നിട്ട് അവരെ ആ സ്ത്രീയുടെ ഭർത്താവിനെ ചതിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു പ്രവാചകൻ അധപ്പതിക്കുമെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കുക പോലും വയ്യ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ
ഖുർആൻ പരിചയപ്പെടുത്തിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ദാവൂദ് നബി അലൈഹിസ്സലാം അങ്ങേയറ്റം സാത്വികനായിരുന്നു, അങ്ങേയറ്റം ഭക്തനായിരുന്നു, അങ്ങേയറ്റം സൽക്കർമ്മിയായിരുന്നു. അതോടൊപ്പം തന്നെ നീതിപൂർവം സമൂഹത്തിൽ വിധി പറഞ്ഞ ആളായിരുന്നു. അതോടൊപ്പം തന്നെ ശക്തനായ ഭരണാധികാരിയുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ളതൊക്കെ ആരോ എഴുതി വച്ച വൃത്തികേടുകൾ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ ദാവൂദ് നബി അലൈഹിസ്സലാമിലേക്ക് ചേർത്ത് പറഞ്ഞതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം. ദാവൂദ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറ്റൊരു അനുഗ്രഹം സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബിയെ കുറിച്ചും ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.